ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് കാണും, യൂട്യൂബിൽ കാണുമ്പോൾ നമ്മൾ ഇത് ഭയങ്കര സംഭവമാണ്. പക്ഷെ ഇത് കയറി നോക്കുമ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു ധൈര്യം വരും. അപ്പൊ ഇവര് പറഞ്ഞാൽ കുറെ കാലത്തിന് കയ്യമീൻ വരുമ്പോ നല്ല താഴമുണ്ട്. കുറെ കാലമായി പണി തുടങ്ങി. അപ്പൊ ഇതൊന്ന് മാറി പിടിക്കണം. നമ്മുടെ താഴമ്പൊക്കെ ഒന്ന് പോയിട്ട് നമ്മള് നേരങ്ങത്തിലാവണം. അപ്പൊ ഇത് ഏതാ നമുക്ക് കാസർഗോഡ് നിന്ന് ഷൈജു ചേട്ടനെ പറഞ്ഞത്. അപ്പൊ ആൾക്ക് ഇതൊന്ന് കേറാനും ഇതിനുള്ള ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പൊ ഒന്ന് വീഡിയോ കണ്ടോക്കിയേക്കാം. ഓക്കെ, ഈ ലോക്കിലാണ് നമ്മൾ ജീവൻ മുഴുവൻ നിൽക്കുന്നത്. ഓക്കെ, ഇത് അത്ര നല്ല സാധനമാണ്. ഇത് നമ്മൾ ഉപയോഗിക്കണം തന്നെ. ഓക്കെ, ഇത് നേരെ ടൈറ്റ് ചെയ്യാം. ഈ സാധനം ഒരു തവണ നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് നമ്മളെ സെറ്റപ്പ് ആക്കി വെക്കണം. നിങ്ങൾക്ക് ഞങ്ങൾ തരുമ്പോ ഉണ്ടല്ലോ, നമുക്ക് പഠിക്കുമ്പോൾ അത് തരുമ്പോ ഞങ്ങൾ ഹാഫ് പൊടി കയറുള്ളൂ. നിങ്ങൾക്ക് അതേ പറ്റും. ഹാഫ് പൊടി മതി. ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് ഇടതും വലതും വേണം. അപ്പൊ ഈ ഫ്രണ്ട് ഭാഗം നമ്മൾ പുറത്തേക്ക് വരണം. അതായത് ഈ ഭാഗത്തേക്ക് വരണം. ഇങ്ങനെ വരണം. അങ്ങനെ ഇട്ടിട്ട് നേരെ വെച്ചുണ്ടാക്കി പേൻ്റെ ലേസ് നമ്മൾ ഇതാക്കുമ്പോൾ ചെക്കേറ് ഇങ്ങനെ പൊന്നിട്ട് ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആട് കണ്ടിട്ട് ആടാൻ പാടില്ല. ഇവിടെ കാലം എങ്ങനെ വെച്ചാൽ അതേമാതിരി തന്നെ കാലം മാറണം. മെയിനായിട്ട് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സാധനം ഉണ്ടോ, ഈ അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെ കയ്യും കൊണ്ട് പിടിക്കുക. ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് മെയിൻ മടിയാണ്. അല്ലെങ്കിൽ റോപ്പ് നമുക്ക് ഉള്ളിലും പുറത്തേക്ക് പെട്ടെന്ന് വരണം. ആവശ്യാനുസരണം വരണം. അപ്പോൾ ഈ മരത്തിൻ്റെ കോല കഴിയുന്നത് 500 1000 മേലെ ആൾക്കാർ കയറിയിട്ട് അതിൻ്റെ കോല എങ്ങനെയാണ് മരത്തിൻ്റെ പഠിപ്പിച്ചു കൊടുത്തിട്ട്. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ചാൽ ഈ റോപ്പ് വേണ്ട മാതിരി അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ പിടിക്കണ്ട. അത് നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. സാധനം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ അതെല്ലാം കൈ കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഈ കൈ ഇവിടെ പിടിക്കുക. ഇത് കൈ കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഈ റോപ്പും ഇവിടെ നെഞ്ഞിൻ്റെ ഉയരത്തിലിടണം. ഈ റോപ്പ് ആ ലെവലിൽ നിൽക്കണം. ഇങ്ങനെ നിൽക്കേണ്ടത്. ഇത് നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ലൂസ് ചെയ്യാനും ടൈറ്റ് ചെയ്യാനും പഠിക്കണം. ഇവിടുന്ന് തന്നെ ലൂസ് ചെയ്ത് നോക്കിയാക്കും. ലൂസ് ചെയ്യുമ്പോൾ ഈ കൈയില്ലേ ഇവിടെ വരണം. എപ്പോഴും വരണം. എപ്പോഴും ഈ കൈ വിടണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് ലൂസ് ചെയ്യുമ്പോൾ നമ്മൾ പൂച്ചിട്ട് ബാക്കിലേക്ക് പോകും. ബാലൻസ് പോകും. അപ്പോൾ എന്നിട്ട് ഒന്ന് ലൂസ് ചെയ്ത് നോക്കിയാക്കും. ലൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഈ കണ്ണി ഉണ്ടോ, ഈ കണ്ണി ഇതിൻ്റെ ഉള്ളിൽ പ്ലേ ആണ്. അപ്പോഴാണ് നമുക്ക് ഇപ്പോൾ ഊരേനൊന്നും ഉണ്ടാക്കിയിട്ട് അങ്ങനെ ലൂസ്. ഓക്കെ, അപ്പോഴേ നമുക്ക് ഈ കൈ ഇതുകൊണ്ട് ഈ കൈ ഇവിടെ എപ്പോഴും വേണം. ഇനി ടൈറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല. ഈ കൈ കൊണ്ട് പിടിച്ചിട്ട് ടൈറ്റ്. ലൂസ് ചെയ്യുമ്പോൾ ഇതിൽ ലൂസിങ്ങും ടൈറ്റിങ്ങാണ് പ്രധാനം. കയറിലൊക്കെ ഇടാറുമ്പോൾ കയറി പഠിക്കും. ഇവിടെ നമുക്ക് ആ ലൂസ് കിട്ടണം. എന്നാലാണ് അത് പോരുള്ളൂ. ഓക്കെ, ഒന്ന് ടൈറ്റ് ചെയ്ത് നോക്കിയാക്കും. ടൈറ്റ് ചെയ്യുമ്പോൾ കൈ ഈ കൈ ഇവിടെ പിടിച്ചാൽ അതിനെ പിടിച്ചാ. ഓക്കെ, ഈ ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ട് ആദ്യം കയറുക. അപ്പം ആ ഒറ്റ അപ്പുറത്തേക്ക് അമർത്തി ചവിട്ടണം. കേട്ടോ, ചവിട്ടുമ്പോൾ അത്ര ഉയരം ചവിട്ടുകയും ചെയ്യരുത്. എപ്പോഴും ചെറിയ കാല് അങ്ങനെ കുറച്ചും കൂടി താഴ്ത്തി ചവിട്ടിക്കുന്നു. എന്താണെന്ന് പറയാം, നിന്നിട്ട് ആദ്യം ഇവിടെ ബോഡി ബാലൻസ് ആവണം. അങ്ങനെ കാല് വെക്കരുത്. എപ്പോഴും ചെറിയ സ്റ്റെപ്പ് അതെ അമർത്തി ചവിട്ടും വേണം. ഓക്കെ, അമർത്തി ചവിട്ടണം. കാരണം അമർത്തി ചവിട്ടും തന്നെ. ഓക്കെ, അങ്ങനെ വെക്കരുത്. കാലെപ്പോഴും ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ തളപ്പിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഉയരം പൊന്തും. ഒരിക്കലും അങ്ങനെ ഉയരം പൊന്തരുത്. കാല് മടങ്ങും ചെയ്യരുത്. ഈ കാല് ഇങ്ങനെ നിർന്നിക്കണം. വലിയ ഉയരം വെക്കരുത്. എപ്പോഴും ചെറിയ സ്റ്റെപ്പ്. ഇതിപ്പോൾ എന്താണെന്ന് അറിയാം, നിങ്ങൾക്ക് ഇവിടെ ലോഡ് ഉണ്ടാവും. മോട്ടോർ ആകും കുന്തം കുറച്ചക്കറൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ തളപ്പിട്ട് കയറുന്ന മാതിരിയല്ല ഇനി കയറുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര ഉയരത്തിൽ വെക്കുമ്പോൾ ഇവിടെ ബാലൻസ് പോകും. പിന്നെ മുട്ട് വേദനിക്കും. അപ്പോൾ ചെറിയ സ്റ്റെപ്പ് എപ്പോഴും തന്നെ. ഈ കാല് ഇത്ര മടക്കി കയറാൻ പറ്റും. അമർത്തി ചവിട്ടും. പഠിക്കുമ്പോൾ തന്നെ 500 റോപ്പ് മേലേക്കിടും. ഓക്കെ, അമർത്തി ചവിട്ടും. ഇതിൽ തൊലിയില്ലാത്തതാണ്. അപ്പോൾ ഈ പല്ല് എവിടെയെന്ന് നോക്കണം. ഓക്കെ, ഇത് താഴ്ത്തിക്കറണം. അമർത്തി ചവിട്ടിയിട്ടാ. ഇതിൽ തൊലിയില്ല, വെറും അതാണ് ചവിട്ടണം. അമർത്തി ചവിട്ടണം. അമർത്തി ചവിട്ടണം. ഓക്കെ, ചെറിയ സ്റ്റെപ്പ് അമർത്തി ചവിട്ടണം. അത്രല്ല. പതുക്കെ അർജൻറ്റ് കൂട്ടാതെ ഫ്ലോയിൽ കയറി അങ്ങനെ അമർത്തി ചവിട്ടും. പിടിച്ചു എങ്ങനെയെന്ന് അറിയാം, പിടിച്ചിട്ടും ആ കാലുണ്ടല്ലോ, ആ കാല് പിടിച്ചതിന് ശേഷം മാത്രമേ സ്പീഡിൽ ചവിട്ടരുത്. പതുക്കെ നോക്കിയിട്ട് ആ കാലം നോക്കി, ഈ കാലം നോക്കി ചവിട്ടും. ഉന്നം നോക്കി ചവിട്ടും. ഒന്നുകൂടി എടുത്ത് ചവിട്ടും. അങ്ങനെ നോക്കി ചവിട്ടി. ഓക്കെ, ഈ കാലുകൾ നിർത്തുന്നു.
അങ്ങനെ കയറിക്കൊണ്ട് അതെ ഞാനോ അപ്പൊ ഇങ്ങനെ നിൽക്കും ഇതാണ് നിൽക്കും ഇപ്പൊ പിടുത്ത ഓക്കെയാണ് ഈ കാലെടുക്കുന്നതോട് കൂടിയിട്ട് ഈ കാല് മൂവരണം കേട്ടോ അത് അങ്ങനെ പതുക്കല സ്ലോലി പിടിച്ചിട്ടില്ല പിടിച്ചു ഓക്കെ പതുക്കല ഓക്കെ അപ്പൊ ആ കാല് മൂവരണം അങ്ങനെ ഇത്ര ഉയരം നമുക്ക് ചവിട്ടും ചെയ്യരുത് ഇനി ആദ്യം ഇറങ്ങും ആദ്യം ചവിട്ടിയിട്ട് തന്നെ ചവിട്ടിയിട്ട് അമർത്തി ചവിട്ടി പിടിച്ചാണ് തന്നെ പിടിപ്പിച്ചിട്ടില്ല അപ്പൊ ഈ കാല് മൂർന്നു ഇപ്പോൾ ബാലൻസ് നിങ്ങൾക്ക് ഇപ്പോൾ റെഡി ആവണില്ല കുറേയൊക്കെ അപ്പോൾ ഇങ്ങനെ ആടുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ റോപ്പിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങോട്ട് അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഇനി നമ്മൾ ലൂസാക്കി ഇങ്ങനെ താത്തിക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പ് കൂടെ ഇറങ്ങുന്നല്ലോ കുറച്ച് ചവിട്ടി ഇറങ്ങണം ചവിട്ടി പിടിപ്പിച്ച് നോക്കി അവിടെ നിന്ന് ലൂസാക്കിയേക്കും ബോഡി ബാലൻസ് പോകണം ഈ വിരൽ ഇവിടെ അങ്ങനല്ല കൈ പറക്കിയേക്കട്ടെ ഇരുമ്പ പിടിച്ചിട്ട് അങ്ങനെ നേരെ നോക്കിയിട്ട് ശ്രദ്ധിക്കണേ ഈ സാധനമുണ്ടോ അതിൽ ഈ ഉക്ക് അതിൽ പ്ലെയറിനാണോ അതൊന്ന് നോക്കിയേക്കും ഇവിടെ അർജൻറ്റ് കിട്ടണം അപ്പോൾ അതൊക്കെ മതി അപ്പോൾ നമുക്ക് അർജൻറ്റ് കിട്ടിയാൽ മാറും മുമ്പിലേക്ക് ഇങ്ങോട്ട് നോക്കിയത് അങ്ങനെ പിടിക്കുക സ്ലോലി ഓക്കെ എന്നിട്ട് നമുക്ക് റോപ്പിനെ റെഡിയാക്കുക ഇനി ടൈറ്റ് ചെയ്ത് നോക്കി നോക്കുക ടൈറ്റ് ചെയ്യുമ്പോൾ കൈ ഇവിടെ അതന്നെ ഈ മേലൊക്കെ കയറി പണിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ അതാണ് ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മളിത് ടൈറ്റ് ചെയ്യൽ അതെന്ന് വെച്ചാൽ അവിടേക്കുള്ള ശ്രദ്ധ പോകും അപ്പം അങ്ങനെ ശ്രദ്ധ പോകാൻ പാടില്ല ഈ തളപ്പിട്ട് ശീലമുള്ള ആൾക്കാർക്ക് പ്രധാനപ്പെട്ടുള്ളൊരു പ്രശ്നമാണ് ഈ കാൽമലത്തെ ഈ സാധനം ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ എടുക്കണ പരിപാടി ഇത് സ്ലിപ്പായി തന്നെ വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുമ്പോൾ നിൽക്കാം പേടിക്കേണ്ട ഒരു ആവശ്യമല്ല ഒന്ന് പോയാൽ ഇതുമ്പോൾ നിൽക്കാം അപ്പോൾ എപ്പോഴും നിൽക്കുമ്പോൾ ഈ നൃത്തം നിൽക്കണം ഒന്ന് വളഞ്ഞിട്ട് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് അങ്ങനെ നിൽക്കണം ബാലൻസ് കിട്ടുള്ളൂ ഓക്കെ ഇത് ആദ്യം കയറണം ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി നേരക്കണ്ട് കയറണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്കൊക്കെ അറിയുന്ന സാധനമാണ് തൂക്കുണ്ട ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള റോപ്പ് വെച്ചിട്ട് സേഫ്റ്റി ആണല്ലോ അപ്പോൾ പ്രധാനം അപ്പോൾ സേഫ്റ്റി ആയിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് സേഫ്റ്റി ആയിട്ട് കയറുക എന്നുള്ളതൊന്ന് പഠിപ്പിച്ച് തരും ഈസിയുമാണ് സേഫ്റ്റിയുമാണ് അപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ തൂക്കൊണ്ട് അങ്ങനെ കിട്ടണം എന്താ വെച്ചാൽ ഉയർത്തിക്ക് ഇടുമ്പോൾ ഞാൻ അപ്പോൾ അവിടെ ചെറുതായിട്ടൊന്ന് അടിച്ചു തരുമെന്ന് പറഞ്ഞു നമ്മളങ്ങനെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സാധാരണ 2 മീറ്ററിന് 3 മീറ്ററിന് റോപ്പില്ലേ ഇത് ഇത് സെക്കൻഡ് റോപ്പായിട്ട് ഉപയോഗിക്കുന്ന സാധനം ഇതും കൊണ്ട് നമുക്ക് ഒരു പണി ചെയ്യാം ഇതിലെന്ത് ചെയ്യണമെന്ന് അറിയാം ഇതേമാതിരിയുള്ള ഫിസ്റ്റഡ് ലോക്ക് ഉണ്ടല്ലോ ഫിസ്റ്റഡ് ലോക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ വലിപ്പം കൂടുതലും ഇവിടെ വലിപ്പം കുറവാണ് ഈ സാധനം നമ്മൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സാധനം ഇങ്ങനെ കുറച്ച് ഓട്ടോമാറ്റിക്കലി ലോക്കാവും ഇത് നമ്മൾ ഇതാക്കിയിട്ട് ഇതിലിടുക ഓക്കെ എന്നിട്ട് നമ്മൾ ചെറിയ ഇങ്ങനത്തെ ഉക്ക് നമുക്ക് വാങ്ങാൻ കിട്ടണം ഉക്കില്ല ഇത് നമ്മൾ ഇതിലൂടെ എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറയാം അപ്പോൾ നമുക്ക് ഓരോ കമ്പനി ഓരോ തരം മണ്ണല്ലേ അപ്പോൾ നമുക്ക് വേണ്ട മാതിരി ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം ഈ സാധനത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം അത് നമ്മൾ ഇതിൽ വളർത്താം ഇതിൽ നമ്മൾ വളർത്താം ഓക്കെ ഇതിൽ വളർത്തിയിട്ട് നമ്മൾ കയറിനെ പിടിച്ച് വലിക്കുക ഓക്കെ ഇതാണ് നമ്മൾ ഇതിനാണ് പിടിച്ച് വലിക്കുക അപ്പോൾ മനസ്സിലായോ ചെറിയ ഉക്കും വലിയ ഉക്കുന്നുണ്ടോ അത് മനസ്സിലായി നിങ്ങൾ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇടലുണ്ടോ ഇല്ല നമുക്കുള്ള ഗുണം കാണിക്കുക ഇത് കയറ് കുറച്ചുകൂടി വലിപ്പം വണ്ണുള്ളതാണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നും കൂടി സാധാ കയറില്ലേ ഈ കയറാണ് വേണ്ടത് ഇതിന് മെയിനായിട്ട് ഇത് വേറൊന്നുമല്ല അതെ ചില സന്ദർഭങ്ങളിൽ ഇതൊക്കെ ആവശ്യം വരിക അതാണ് ഏത് സന്ദർഭത്തിൽ എന്തൊക്കെ ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ നന്നായി കിട്ടു വന്നാൽ സംഗതി അത് ഇങ്ങനത്തല്ലേ ഇത് നമ്മൾ ഒരു ക്രാബിനൊക്കെ അത് കെട്ടത് ഇതിൽ ഈ ക്രാബിനൊക്കെ എന്ന് അതിന് പറയും ഇത് കെട്ടുക ഇത് കൊടുക്കാനായിട്ടൊന്നുമില്ല ആർക്കും കൊടുക്കൂല അത് സാധനം ഫുള്ള് സെറ്റപ്പായിട്ടേ കൊടുക്കുള്ളൂ ഓക്കെ ഇനി ഇതല്ലേ ഇത് നമ്മൾ ഇതിൽ തന്നെ കൊടുക്കാം നമ്മുടെ ആവശ്യത്തിന് ഇത് ഇട്ടുമ്പോൾ പിടിച്ചാൽ മതി എന്നാൽ താത്തി കയറി നമുക്ക് വേണ്ട മതി ഓക്കെ
ഇനി ഇത് കയറുമ്പോൾ എന്ത് ചെയ്താൽ തരാം ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോൾ ഈ മറ്റേത് ഇട്ടോട്ടുള്ളൂ ഇത് കയറുമ്പോൾ അത് അങ്ങനെ പിടിച്ചാൽ മതി നേരത്തെ അങ്ങനെയല്ല താഴത്ത് അങ്ങനെ ഇത് റോപ്പിടും ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് പറയുന്നത് അയ്യോണ്ട് നീക്കും ചെയ്യും അങ്ങനെയാണെങ്കിൽ നിൽക്കുക അത് ഇങ്ങനെ പിടിച്ചാൽ എടുക്കുന്നത് ഞാൻ ടൈറ്റ് ചെയ്ത് നോക്കിയത് കുറച്ചെന്താ ടൈറ്റ് ചെയ്യും ഓക്കെ നേരെ ടൈറ്റായില്ലേ ഇത് ആ ബാലൻസ് ഈ കാലും ഇങ്ങോട്ട് അണയരുത് കാലും ഇങ്ങനെ നിൽക്കണം എപ്പോൾ ഓക്കെ അതിനനുസരിച്ച് ഇതാണ് നിൽക്കുന്നത് ടൈറ്റ് ചെയ്തോളൂ ഫുള്ളാக ടൈറ്റ് ചെയ്തോളൂ ഈ സാധനം ഓക്കെ ചെറിയ പതുക്കണം നിങ്ങളെന്താണെന്നറിയോ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് പോന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിങ്ങൾ അവിടെ ഉണ്ടാവും സാധനം പിന്നാണ് പോരില്ല ഇതിങ്ങനെ നൂറണം കാര്യം ആ ഓക്കെ ചെറിയൊരു തട്ടും തടസ്സമൊക്കെ ഉണ്ടാവും പക്ഷെ എന്താ വെച്ചാൽ സേഫ്റ്റി ആണല്ലോ പ്രധാനം അമർത്തി ചൂട്ടും കാലൊന്ന് ഇങ്ങനെ വിട്ടിട്ട് കാലൊന്നും ഇങ്ങനെയൊക്കെ ചൂട്ടും കുത്തനല്ല ചെരിച്ചിട്ടും ഇങ്ങനെ അങ്ങനെ തന്നെ ആ ചൂട്ട് അതന്നെ ഓക്കെ ഈ കാലം നോക്കുന്നു ഓക്കെ ഞാൻ സാധനം റൈറ്റ് ചെയ്തേക്ക് ഓക്കെ സെറ്റ് ചെയ്യാൻ ഒരു താമസമൊന്നുമില്ല അല്ല സെറ്റ് ചെയ്യാൻ താമസമല്ല അതിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യല്ലേ സംഗതി നിങ്ങളും താത്തിക്കറങ്ങും ഇറങ്ങിയത് ആ സാധനത്തുമ്പോൾ ഇതുമ്പോൾ ഫുള്ള് ലോഡ് ഇപ്പം നിങ്ങൾ ഇതുമേ ഈ സാധനം ഇതാക്കും ഓക്കെ ഞങ്ങൾക്ക് ഫുള്ളും നേരം തോന്നും അങ്ങനെ ഇറക്കണ്ട അങ്ങനെ തോന്നും ഓക്കെ നിങ്ങൾ താത്തിക്കിറങ്ങി ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് ഇറങ്ങിയാൽ മതി ഓക്കെ ഓക്കെ ഫുള്ള് ലോഡായില്ലേ ഫുള്ള് ആകുമ്പോൾ നിൽക്കുക നമ്മൾ പിന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ട് പോന്നു കഴിഞ്ഞാലും ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ആ മുകളിൽ ഇങ്ങനെ വെറുതെ ഒന്ന് പിടിച്ചാൽ മതി മുകളിൽ പ്രസ് ചെയ്ത് ഇങ്ങനെ അങ്ങനല്ല ഈ കൈ കൊണ്ട് ഈ കൈ കൊണ്ട് വെറുതെ നമ്മൾ പിടിച്ചാൽ മതി വെറുതെ പിടിച്ചാൽ മതി വിട്ടാ ഓക്കെ അത് നല്ലൊരു കാര്യമല്ലേ ഇതിപ്പോൾ നമ്മൾ ഇവർ പറഞ്ഞാൽ മലയാളികൾക്ക് വേണം സേഫ്റ്റി വെറും ഇംഗ്ലീഷുകാർ മാത്രം സേഫ്റ്റിയിൽ പണിയെടുത്തിട്ട് കാര്യമല്ലല്ലോ എന്താ നമ്മൾ കുട്ടിയും കുഞ്ഞന്മാരുള്ള ആൾക്കാരല്ലേ ഓക്കെ നിങ്ങൾക്ക് കയറണമെങ്കിൽ ഒന്നും കൂടി കയറിക്കോളും പടിയാനാട് ഇത് ഇപ്പോൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ പെട്ടെന്നൊന്നും പണിയെടുക്കൂലല്ലോ എന്തായാലും ഒന്ന് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യാണ്ട് ചെയ്യരുത് ഓക്കെ കയറി കേൾക്കും ധൈര്യമായിട്ട് കാല അങ്ങനെ പാച്ചി ചോട്ടും ഇങ്ങനെ അങ്ങനെ ചെരിച്ചാൽ ചോട്ടും അങ്ങനെ ചോട്ടരുത് കുത്തനെ ചോട്ടരുത് എപ്പോഴും ചെരിച്ചിട്ട് ഇങ്ങനെ ഈ കാലെടുത്തിട്ട് ചെരിച്ചെന്ന് ചോട്ടും അങ്ങനെ ചെരിച്ചാൽ ചോട്ടരുത് കാല അങ്ങനെ നൂറണ്ട ഈ കാല് മടങ്ങരുത് അപ്പോൾ അത് എടുക്കുമ്പോൾ ഇത് മടങ്ങരുത് ഓക്കെ ആട്ടം വരുന്നെങ്കിൽ അപ്പോൾ റോപ്പിനുണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അങ്ങനെ ചോട്ടരുത് കാലിലൊന്ന് ചെരിച്ച് ചോട്ടും അങ്ങനെയല്ല അങ്ങോട്ട് പോട്ടെ കാലം കൊണ്ട് അങ്ങനെയല്ല കുത്തനെ ചോട്ടരുത് ഒന്നിങ്ങനെ ചെരിച്ചിട്ട് അങ്ങനെ പിടിപ്പിക്കാനുള്ളത് ഓക്കെ അങ്ങനെ ചെരിച്ചിട്ട് ചോട്ട് എപ്പോഴും കാലൊന്ന് ചെരിച്ച് ചോട്ടുക ഇങ്ങനെ മരത്തിനോട് പിടിക്കാനുള്ള ചോട്ട് എന്നിട്ട് നോക്കുക ഓക്കെ അല്ലേ ഇപ്പോൾ ധൈര്യമായില്ലേ നിന്ന് പണിയെടുക്കാൻ ക്ഷീണിക്കുമല്ലേ മറ്റേ നിങ്ങൾ തളപ്പിട്ടിട്ട് നമ്മൾ സ്പീഡാണ് തളപ്പിട്ട് കയറല് പക്ഷെ ക്ഷീണിക്കും ഇതാകുമ്പോൾ നിങ്ങൾ എത്ര നേരം നിന്ന് പണിയെടുത്ത് കഴിഞ്ഞാലും ഷെമീർക്കാരനായിട്ട് എൻ്റെ തീറ്റയും കൂടിയൊക്കെ മരത്തിൻ്റെ മുകളിലല്ലേ എന്ന് പറയും കാരണം എന്താ വെച്ചാൽ നിന്നിട്ട് എന്തെങ്കിലും തിന്നാനും കുടിക്കാനൊക്കെ പറ്റും വെള്ളം കുടിക്കേ എൻ്റെ കൈ മുട്ട് നിൽക്കല്ലേ ചവിട്ടി അങ്ങനെ ഒന്ന് ചെരിച്ച് വിട്ടും കാലൊന്ന് ചെരിച്ച് വിട്ടും ചെരിച്ചിട്ട് കാല് അങ്ങനെ അമർത്തിയിട്ടല്ല ചെരിച്ച് വിട്ടോ മരത്തിനാണ് പിടിക്കണം അങ്ങനെ അത് ആ കാല് വെക്കുമ്പോൾ ഈ കാല് വളർന്നിട്ടാണ് അങ്ങനെ നിങ്ങളേ ഓക്കെ അതുകൊണ്ട് ഇറങ്ങും കുറച്ചുകൊണ്ട് ഇറങ്ങും അത് ലൂസ് ചെയ്യണ്ട കേട്ടോ നിങ്ങളൊന്ന് ആദ്യമായിട്ട് കയറുന്ന ആൾക്കാരല്ലേ ഒന്ന് ഈ റോപ്പാണ്ട് ഊരിയിടും അവിടെ ഊരിയിടും അവിടെ നിങ്ങൾക്ക് ഇതുമ്പോൾ കുളത്തണമെങ്കിൽ ബുദ്ധിമുട്ടാണ് അത് കുഴപ്പമില്ല ഞങ്ങൾ ഇട്ടോളൂ വക്കനെ ഇട്ടോളൂ ഇനി വക്കനെ ലൂസ് ചെയ്ത് നോക്കിയത് പതുക്കനെ മതിയിട്ടാണ് ആവശ്യത്തിന് സ്പീഡിൽ പതുക്കണം ആവശ്യമുള്ളപ്പോൾ വിടണേ സ്പീഡ് കൂടുമ്പോൾ വിടണം ഇട്ട് നോക്കിയത് ഓക്കെ ബ്രേക്ക് ആയില്ലേ നേരത്തെ ഓക്കെ അല്ലേ സാധനം അടിപൊളിയല്ലേ ആൾക്കാർക്ക് കൊടുക്കാനായിട്ടൊന്നുമില്ല അതിന് കുറച്ചും കൂടി നമ്മൾ കുറച്ച് അനുബന്ധ പരിപാടികൾ കൂടി ചെയ്യാണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഉള്ള ആൾക്കാർ നല്ല സേഫ്റ്റി ആയിട്ട് പണിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ എത്ര ദിവസമായി നമ്മൾ ആലോചിക്കാൻ തുടങ്ങി തിന്നത് കുറച്ച് ദിവസമായിട്ട് എളുപ്പം റെഡി ആയിട്ട് എത്ര സമയം വേണമെങ്കിൽ നിൽക്കാം ഞാൻ അതല്ല നമുക്ക് താഴത്തേക്ക് പെട്ടെന്ന് ഇറങ്ങി വരേണ്ട ഒരു ആവശ്യമാണ് വിട്ട അവിടെ നിൽക്കും ചെയ്യും അപ്പം അങ്ങനെ നീ കയറി വെക്കണം അങ്ങനെ അവിടെ പോയി ഉപ്പും ഊരിയാണ് അങ്ങനെയല്ല അപ്പം ഇത് ഈ ഉക്കിനെ അങ്ങനെ തിരിക്കുക ഇതിങ്ങനെ തിരിക്കുക
ഇനി നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ സാധനം കെട്ടി വെച്ചിട്ടില്ലേ അത് നമുക്ക് ഇങ്ങനെ തിരിച്ച് ഊരിയെടുക്കണം. മേലേക്ക് കയറും ചെയ്യരുത്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഈ കുക്ക് കഴിച്ചാൽ അതൊന്നും അയച്ചെടുക്കാൻ മറന്നു. അപ്പോൾ ഈ സാധനം കിട്ടുമെന്ന് വെച്ചിട്ട് ഇനി കുറേ ആൾക്കാർ കൊടുക്കും. അപ്പോൾ ഇത് സാധനം ഇപ്പോൾ കൊടുക്കാറേ കിട്ടില്ല. സാധനം ബൾക്കായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ 1 മാസം 2 മാസം കഴിയുമ്പോഴേക്കേ ആവുള്ളൂ. ഇതിൻ്റെ ഫുൾ പണി ഇനി കഴിയാണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ മുൻകൂട്ടി ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഈ മറ്റേ യൂട്യൂബിൽ രസം എന്നിട്ടാൽ മതി. വേറെ ഒന്നും ഇല്ല. നമ്മൾ സാധനം അനുസരിച്ച് ഇന്ന് ഉണ്ടാക്കി കൊടുക്കും. കാരണം സേഫ്റ്റി വേണം. വേറെ ഇംഗ്ലീഷുകാർ മാത്രം സേഫ്റ്റി ആയിട്ട് പണിയെടുത്താൽ പോരാ. നമ്മൾ സേഫ്റ്റി ആയിരിക്കണം. നമ്മൾ മലയാളിയും അടിപൊളിയാണ്. ഞങ്ങളിപ്പോൾ ഞാനൊന്ന് പുറത്ത് പോയി ഇങ്ങനത്തെ സാധനം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പുറത്ത് പോയി. ഇത് സിക്സാക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്നുള്ള ലെവലിൽ നോക്കി നോക്കുമ്പോൾ അവിടെ ഉള്ളവർക്ക് ഞാൻ വീഡിയോ ആയിട്ട് കൊടുത്ത് നോക്കുമ്പോൾ അവർ പറയുന്നത് അവരാദ്യമായിട്ട് ഈ സാധനം കാണുന്നത്. അപ്പം നമ്മളല്ലേ വലുത്. അവർ പറയണത് ഇങ്ങനെയല്ല. അവർ ഇതില്ലേ ട്രെയിൻ ഉപയോഗിച്ചിട്ട് അത്ര ഇത് മുറുക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. തായ്ലാൻഡിൽ പോയിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോസുകൊണ്ട് ഞങ്ങൾ വിടുക സാധനം. ഇതിൻ്റെ ഈ തലക്കിൽ ജസ്റ്റ് ഒരു കെട്ടത് അങ്ങനെ ഉണ്ട്. ഒരു കെട്ടത് എന്നിട്ട് നമ്മൾ ഇതിനങ്ങനെ വലിച്ചാൽ സംഭവിക്കണം എന്താണെന്ന് പറയാം. ആ ടിസ്റ്റർ ലോക്ക് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ കെട്ട് പോകും. ഈ ചെറിയ ഹുക്ക് ഉണ്ടല്ലോ അപ്പോൾ ലോക്ക് പോവില്ല. അപ്പം നമ്മൾ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ സാധനം കുടുങ്ങിയിട്ട് നമ്മൾ ഇനി ഇതിനങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നേരെ പോരും. ഇവിടെ കൈക്ക് ഈ സാധനം കിട്ടും. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യും. ഇതിപ്പോൾ നമുക്ക് ഈ കരിമ്പന അതേമാതിരിയുള്ള ഒറ്റ മരങ്ങൾ തെങ്ങ്. അപ്പോൾ അതിനനുസരിച്ചാൽ നമുക്ക് ഇതേമാതിരി നമുക്ക് ഇതിന് വട്ടം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓപ്പന ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മളാണ് ഇത് വീണ് കഴിഞ്ഞാൽ അവിടെ നിൽക്കുകയുള്ളൂ. നമുക്ക് എപ്പോഴും ആവശ്യം വെച്ചാൽ ഈ കയറിനെ ഇപ്പോൾ ഇതുണ്ടാവുമല്ലോ നമുക്ക് താഴത്തേക്ക് കയറുണ്ടാവും. ഇങ്ങനെ കെട്ടിട്ടിട്ട് ഈ നമുക്ക് കഴിഞ്ഞു മരം മുറിക്കൽ കഴിഞ്ഞു തെങ്ങും എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞു. എങ്ങനെ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ കുറഞ്ഞ് വലിക്കണം. ഇത് ഈ കെട്ട് ഇതിൽ കൊടുക്കാതെ നമ്മൾ കുറഞ്ഞ് വലിക്കണം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലിങ്ങനെ കുടുങ്ങുകയാണ്. ഈ കെട്ടിൽ കുടുങ്ങില്ല. ഓക്കെ ഞാൻ ഇത് മാത്രം ഇട്ട് കയറിയൊക്കെ കിടന്നു. ഒന്നുകൂടി കയറിയൊക്കെ കിടണം. നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് ഇനിയും നമുക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടത് ഇതുപോലെ ഇതാണ്. അപ്പോൾ സെക്കൻഡ് റോപ്പ് ഇതിലില്ല. സെക്കൻഡ് റോപ്പ് ഇപ്പം ഇത് വീടാണ്. അത് ഞാൻ ഇപ്പോൾ തൽക്കാലം കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ്. ഇതുമ്പോൾ നമ്മൾ നിൽക്കുന്നു. സെക്കൻഡ് റോപ്പ് ഇതാക്കുകയാണ്. ഇത് നമ്മൾ ഇതിലില്ല. സെക്കൻഡ് റോപ്പാണെന്ന് വിചാരിക്കാം. നമുക്ക് ഏതെങ്കിലും പറ്റുന്നൊരു കൗളിലേക്ക് ഇതിനെ മുക്കിനെങ്ങനെ എറിഞ്ഞു കൊടുക്കാം. എറിഞ്ഞു കൊടുത്തിട്ട് ജസ്റ്റ് അതിലിങ്ങനെ കിട്ടാൻ മരത്തിനിട്ട് ആ കവളിയിൽ ഇപ്പോൾ ഇങ്ങനെ കിട്ടാൻ കിട്ടിയിട്ട് അതേമാതിരി ഉണ്ടാവും. നിങ്ങൾക്ക് ആകുമ്പോൾ പിടിച്ചിട്ടാണ് കയറി പോകുക. അതിങ്ങനെ ടൈറ്റ് ചെയ്താൽ കയറുന്നതിനനുസരിച്ച് ടൈറ്റ് ചെയ്താണ് കൊടുത്താൽ അവിടെക്കാണ് തരും. 2 റോപ്പ് ഇങ്ങനെ ഇത് നമുക്ക് 2 തരത്തിൽ ചെയ്യാം. മരം ആടുന്ന മരങ്ങളിൽ 1 റോപ്പ് ഇങ്ങനെ 1 റോപ്പ് വട്ടോടാം. അപ്പം എന്തുണ്ട് ഒന്ന് നമുക്ക് നിൽക്കുകയും ചെയ്യാം. 2 മറ്റേ സേഫ്റ്റി ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. അതിൽ നിൽക്കും. പിന്നെ നമുക്ക് വേറൊരു കാര്യം കൊണ്ട് ചെയ്യാം. അപ്പോൾ ഒന്ന് കുറച്ച് അങ്ങോട്ട് കൊണ്ട് നീങ്ങണച്ചാൽ ഇങ്ങനെ ഒന്ന് ഇട്ടിട്ട് നമ്മൾ ഇതുമ്പോൾ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട മാതിരി ഇത്ര നീട്ടണ്ടോ. ഈ നീട്ടം നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോവാം. ഇങ്ങോട്ട് അങ്ങോട്ടും കൂടെ ഒന്ന് നിൽക്കാൻ ഇത്ര നീട്ടം താഴത്തേക്ക് ഇറങ്ങി പോവാം. വേണ്ടപ്പോൾ നമുക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ അതാണ് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ വരും. അങ്ങനെ ചെയ്യാം. സെക്കൻഡ് റോപ്പ് എന്തായാലും വേണം. കാരണം കമ്പോൾ വരുമ്പോൾ എന്തായാലും സെക്കൻഡ് റോപ്പ് നമുക്ക് നിർബന്ധം. സെക്കൻഡ് റോപ്പ് ഉണ്ടാവും. നമ്മുടെ ഫുൾ സെറ്റിൽ സെക്കൻഡ് റോപ്പ് നിർബന്ധമായിട്ട് കൊടുക്കുന്നു. അപ്പം അങ്ങനെ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഓക്കെ ഇല്ലേ? ഒരാഴ്ചയൊന്നും വേണ്ട. നിങ്ങൾ നാളെ മറ്റന്നെ നിങ്ങൾ വീഡിയോ വിടും. ഞങ്ങൾക്ക് നിങ്ങൾ വിട്ടില്ല. കാരണം നിങ്ങൾക്ക് പഠിഞ്ഞത് അങ്ങനെ. ഓക്കെ എന്നാ അപ്പോൾ ഏകദേശം ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടോ? പിന്നെ ചെറിയ ബെൽറ്റ് വർക്ക് ബുഷൻ സെറ്റ് ബെൽറ്റോ ഫുൾ ബോഡി അല്ലാതെ മറ്റേ അത് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ എങ്ങനെ ഉണ്ടപ്പോൾ ഒന്ന് കയറി നോക്കിയിട്ട് ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് കാണും യൂട്യൂബിൽ കാണുമ്പോൾ നമ്മൾ ഇത് ഭയങ്കര സംഭവമാണ്. പക്ഷേ ഇത് കയറി നോക്കുമ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു ധൈര്യം വരും. അതാണ് എല്ലാവരും വേണമെങ്കിൽ ഈ മരപ്പണി എടുക്കാന്നവർ എല്ലാവരും ഇതിലേക്ക് വരണം, വാങ്ങണം. സ്പൈക്ക് വാങ്ങണം. കാരണം നമ്മളൊക്കെ പോകണം നമ്മുടെ കുടുംബം നോക്കാനും കുട്ടികളെ നോക്കാനും. അതോടൊപ്പം നമ്മളേനെയും നോക്കണം. വെറും കുട്ടികളും കുടുംബം നോക്കിയാൽ നമ്മളും മളേനെയും നോക്കണം. പണിയെടുക്കുമ്പോഴേ നമുക്ക് കാണേണ്ടത് പറ്റിക്കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇത് എല്ലാവരും വാങ്ങി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ.